ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IT ആൻഡ് സൈബർ ലോയിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. PSC തന്നെ നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എ കമ്പ്യൂട്ടർ മോണിറ്റർ? VDU, പ്ലാസ്മ ഡിസ്പ്ലേ, പോയിൻറ്റിംഗ് ഡിവൈസസ്, CRT. ആൻസർ ആണ് ഓപ്ഷൻ സി, പോയിൻറ്റിംഗ് ഡിവൈസ്. പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് ഇൻ്റർഫേസാണ് അല്ലേ? കമ്പ്യൂട്ടറിലോട്ട് ഒരു ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ഭാഗമല്ല. VDU എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, CRT കാഥോഡ് റേ ട്യൂബ്, പ്ലാസ്മ ഡിസ്പ്ലേ അറിയാം, പ്ലാസ്മ TV എന്നൊക്കെ പറയത്തില്ലേ. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ് പ്ലാസ്മ ഡിസ്പ്ലേ. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ ലീഗൽ മോണോപ്പൊളി ഗ്രാൻഡഡ് ഫോർ എ ലിമിറ്റഡ് ടൈം ടു ദ ഓണർ ഓഫ് ആൻ ഇൻവെൻഷൻ. ട്രേഡ് സീക്രട്ട്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്. ആൻസർ ആണ് ഓപ്ഷൻ ഡി, പേറ്റൻറ്റ്. ഇൻവെൻഷന് ഒരു ഓണറിനുള്ള ലീഗൽ മൊണോപ്പൊളിയാണ് പേറ്റൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ അറ്റാച്ച്ഡ് ടു ദ CPU ഓഫ് ദ കമ്പ്യൂട്ടർ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഈസ് എ ഡാഷ്. രജിസ്റ്റർ, ബഫർ, ചാനൽ, കോർ. ആൻസർ ആണ് ഓപ്ഷൻ ബി, ബഫർ. CPUവിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ് ബഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഓഫ് ദ ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് ഡാഷ്. ഡേറ്റ, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഇൻഫർമേഷൻ. പ്രൊഡക്റ്റ് ഓഫ് എ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താ? ഇൻഫർമേഷനാണ് അല്ലേ? ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് കണക്ട് സെവറൽ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഡാഷ്. ബസ്, ലിങ്ക്, ബൈഡയറക്ഷണൽ വയേഴ്സ്, കേബിൾസ്. എ കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ദാറ്റ് കണക്ട് സെവറൽ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബസ്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ടു ഹെൽപ്പ് പ്രിവെൻറ്റ് ഹാക്കിംഗ് ഈസ് കോൾഡ് ഡാഷ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഫയർവാൾ സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആൻസർ ആണ് ഫയർവാൾ സോഫ്റ്റ്വെയർ. ഹാക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഫയർവാൾ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ആൻഡ് കൺട്രോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓപ്പറേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. MS വേർഡ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. എൻക്രിപ്ഷൻ ഓഫ് ഡേറ്റ മീൻസ് ദാറ്റ് data cannot be sent over the internet. Data is encoded so it cannot be read without decoding software. Data is kept locked in the special room. Data has been hacked into. അപ്പോൾ എൻക്രിപ്റ്റഡ് ഡേറ്റ എന്ന് പറയുന്നത് എന്താ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡേറ്റ ഈസ് എൻകോഡഡ് സോ ഇറ്റ് കനോട്ട് ബി റീഡ് വിത്തൗട്ട് ഡീകോഡിങ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ നാൾ മുമ്പ് നമ്മുടെ വാട്സപ്പൊക്കെ എൻക്രിപ്റ്റഡ് ആ മെസ്സേജസ് എന്ന് പറഞ്ഞു അല്ലേ? അതായത് കോഡഡ് ആയിട്ടാണ് മെസ്സേജസ്, നമ്മൾ അയക്കുന്ന മെസ്സേജ് വേറൊരാൾക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പ്രത്യേകം സോഫ്റ്റ്വെയർ ഉണ്ടായിട്ട് അത് ഡീകോഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കോഡഡ് ആയിട്ട് പോകുന്നതാണ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ ഗെയിൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോർ പ്രോഫിറ്റ്, ക്രിമിനൽ മിസ്ചീഫ് ഓർ പേഴ്സണൽ പ്ലഷർ ഈസ് ഡാഷ്. ഹാക്കർ, ക്രാക്കർ, പ്രോഗ്രാമർ, നൺ ഓഫ് ദീസ്. ആൻസർ ആണ് ഹാക്കർ. പേഴ്സൺ ഹൂ ഗെയിൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോർ പ്രോഫിറ്റ്, ക്രിമിനൽ മിസ്ചീഫ് ഓർ പേഴ്സണൽ പ്ലഷർ ഈസ് ഹാക്കർ. ലിനക്സ് ഈസ് എ ഡാഷ്. ഡേറ്റാബേസ് പ്രോഗ്രാം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് ഈസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആൻഡ് പ്രൊവൈഡ് കോമൺ ഡിവൈസസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും മാനേജ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റുള്ള എക്സാമ്പിളാണ് GNU, യുണീക്സ്, BSD, ഹൈക്കു, വിൻഡോസ് XP, വിസ്ത 7, മാക് OS, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് കോമൺലി അവൈലബിൾ ഇൻ ലാപ്ടോപ്പ്. ആൻസർ ആണ് ടച്ച് പാഡ്. ലാപ്ടോപ്പിലുള്ള ഇൻപുട്ട് ഡിവൈസ് ഏതാ? ടച്ച് പാഡാണ് അല്ലേ? അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് വൈഫൈ?
വയർഡ് ഫിഡലിറ്റി, വയർലെസ് ഫിഡലിറ്റി, വയർലെസ് ഫിക്സേഷൻ, വയർഡ് ഫിക്സേഷൻ. ആൻസർ ഓപ്ഷൻ ബി വയർലെസ് ഫിഡലിറ്റി. നെക്സ്റ്റ് HTTPS stands for Hypertext Transfer Protocol Secure, Hypertext Transfer Protocol Security, Hypertext Transfer per Second, Hypertext Transfer Protocol Security. ആൻസർ ആണ് ഓപ്ഷൻ എ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അപ്പോൾ ഇനി HTTP എന്ന് മാത്രമായിരുന്നെങ്കിലോ ലാസ്റ്റിലത്തെ സെക്യൂർ അങ്ങ് ഒഴിവാക്കിയാൽ മതി. നെക്സ്റ്റ് ദ ഇൻവെൻറ്റർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. ആൻസർ ടിം ബെർണേഴ്സ്-ലീ. ഇൻവെൻറ്റർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്-ലീ. ഓപ്ഷൻ ബി ആണ്. 1 MB സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ സി 1024 KB. 1 MB സ്റ്റാൻഡ്സ് ഫോർ 1024 KB. നെക്സ്റ്റ് ഡാഷ് ഈസ് എ വിർച്വൽ നെറ്റ്വർക്ക് ഓഫ് ലൈബ്രറീസ് ഓഫ് ഡിഫറെൻറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഓപ്ഷൻ ബി ഇൻഫ്ലിബ്നെറ്റ്. InflibNet is a virtual network of libraries of different academic institution. Next, which of the following are the two main components of the CPU? Control unit and register, register and main memory, control unit and ALU, ALU and bus. ആൻസർ ആണ് ഓപ്ഷൻ സി കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU. ALU എന്ന് പറയുന്നത് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, what does EBCDIC stands for? Answer option A extended binary coded decimal interchange code. Extended binary coded decimal interchange code. EBCDIC stands for extended binary coded decimal interchange code. Next, virus that travel from computer to computer to spread their infection. വേം ആണോ, ലോജിക് ബോംബ് ആണോ, മാക്രോ വൈറസ് ആണോ, കോംബ് വൈറസ് ആണോ? ആൻസർ ആണ് ഓപ്ഷൻ എ വേം. വൈറസ് ദാറ്റ് ട്രാവൽ ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ടു സ്പ്രെഡ് ദിയർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വേം ആണ്. വേം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് സ്പ്രെഡ് ആവുന്നു ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യ പാസ്ഡ് ദ IT Act 2000 ആൻഡ് നോട്ടിഫൈഡ് ഇറ്റ് ഫോർ എഫക്റ്റീവ്നെസ് ഓൺ. ആൻസർ ആണ് ഓപ്ഷൻ ഡി 2000 October 17. ഇനാക്ട് ചെയ്തത് 2000 June 9 എഫക്റ്റീവ് ആയത് 2000 October 17. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഹാംഫുൾ ഫോർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ഹാംഫുൾ ആകാത്ത ഇതിനകത്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുക്കീസ്. നെക്സ്റ്റ് സെറ്റ് നോക്കാം. A non-volatile memory which held instruction that run the computer when the power is first turned on is dash. ROM, RAM, DRAM, EPROM. അപ്പോൾ നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് റോം. റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി. റീഡ് ഒൺലി മെമ്മറി എല്ലാം നോൺ വോളറ്റൈൽ ആണ്. അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം നഷ്ടപ്പെടുന്നതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. നോൺ വോളറ്റൈലിന് അങ്ങനെ ഡേറ്റ നഷ്ടപ്പെടുത്തില്ല. റാം എന്ന് പറയുന്നത് വോളറ്റൈലും റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലുമാണ്. നെക്സ്റ്റ്, FAT സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് അലോക്കേഷൻ ടേബിൾ. ഫീൽഡ്, ഫയൽ, ഫോൾഡർ, ഫ്രെയിം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫയൽ. FAT സ്റ്റാൻഡ്സ് ഫോർ ഫയൽ അലോക്കേഷൻ ടേബിൾ. The CPU access each location in memory by using a unique number called the dash. Answer option D ആണ് memory address. CPU access each location in the memory by using a unique number called the memory address. Next, resolution of a monitor depends on aspect ratio, size of the screen, number of pixel, refresh rate. Answer ആണ് option C number of pixel. Next, the area of the hard disk that contain a small program that run when you start a computer is dash. ആൻസർ ഓപ്ഷൻ എ ആണ് ബൂട്ട് സെക്ടർ. നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാമാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് പറയുന്നതാണ് ബൂട്ട് സെക്ടർ. ഹാർഡ് ഡിസ്കിലെ ആ ഒരു ഏരിയയാണ് ബൂട്ട് സെക്ടർ. നെക്സ്റ്റ് വൺ, ദ അക്രോണിം ഡാഷ് മീൻസ് ബില്യൺ ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ബില്യൺ ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്താ? ആൻസർ ഓപ്ഷൻ ഡി ആണ് GHz. ജിഗാ ഹെഡ്സ്. ജിഗാ ഹെഡ്സിൻ്റെ അക്രോണിമാണ് 1 ബില്യൺസ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നുള്ളത്.
നെക്സ്റ്റ് വൺ, ദ ലാർജ് സ്കെയിൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ലാൻഡ്സ് ടുഗദർ ഈസ് ഡാഷ്. മാൻ, വാൻ, ലാൻ, ക്യാൻ. ആൻസർ ആണ് ഓപ്ഷൻ ബി വാൻ. വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ് പാക്കറ്റ് ആർ കോൾഡ് ഡാഷ്. പ്രോട്ടോകോൾസ്, ഡാറ്റാഗ്രാംസ്, ക്ലയൻസ്, സെർവർ. ആൻസർ ആണ് ഓപ്ഷൻ എ പ്രോട്ടോകോൾസ്. ഇൻ്റർനെറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് പ്രോട്ടോകോൾസ്. എ ടെക്നോളജി ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസ് ഓവർ ടെലിഫോൺ വയറിംഗ്. ആൻസർ ഓപ്ഷൻ എ ADSL. എ ടെക്നോളജി ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസ് ഓവർ ടെലിഫോൺ വയറിംഗ് ആണ് ADSL. ADSLൻ്റെ ഫുൾ ഫോമാണ് അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. നെക്സ്റ്റ്, എ സോഫ്റ്റ്വെയർ വിച്ച് സെൻഡ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് ക്രിയേറ്റർ അബൌട്ട് യൂസേഴ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ ആൻഡ് അതർ ഇൻഫർമേഷൻ ഈസ് ഫേംവെയർ, മാൽവെയർ, സ്പൈവെയർ, വേംവെയർ. ആൻസർ ആണ് ഓപ്ഷൻ സി സ്പൈവെയർ. എ സോഫ്റ്റ്വെയർ വിച്ച് സെൻഡ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് ക്രിയേറ്റർ അബൌട്ട് യൂസേഴ്സ് ആക്ടിവിറ്റി ലൈക്ക് പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ ആൻഡ് അതർ ഇൻഫർമേഷൻ ഈസ് സ്പൈവെയർ. അപ്പോൾ ഇത്രയെന്ന് പറയുന്നത് 3 സെറ്റ് ക്വസ്റ്റ്യൻ, 3 പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് IT ആൻഡ് സൈബർ ലോയിലെ ഫുൾ ക്വസ്റ്റ്യനും അപ്പം ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.